മോർണിംഗ്. ലക്ഷ്മി കരമൂല സരസ്വതി കരമധ്യ ഗോവിന്ദ കരാളെ കരദർശന സമുദ്രാസനം സമുദ്രാസനം സംഘോഷ്ണരൂപി പർവ്വതസ്ന മണ്ഡല വിഷ്ണുലക്ഷ്മി നമസ്തേ പാദസ്പർശം ശവസനം. വെൽക്കം ബാക്ക് ടു മൈ. എന്താ കഴിക്കാൻ വേണ്ടേ? ദോശ തരട്ടെ, ക്രിസ്പി ദോശ പ്ലീസ്. എന്നാ പിന്നെ ബ്രെഡ് തരട്ടെ, ക്രിസ്പി ബ്രെഡ്. പിന്നെ ശരി മക്കളെ. ശരി മതിയോ? So good morning guys, welcome to a Sunday day in our life. So ഇന്ന് ഞാനും അച്ചുകുട്ടനും ഇവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ ഗോകൂട്ടനില്ല. ഗോകുലിനൊരു വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് കൊച്ചി പോയേക്കാണ്. അപ്പം ഞാനും എൻ്റെ അച്ചുകുട്ടിയും മാത്രമേ ഉള്ളൂ. സോ യെസ്, ഇനിയൊന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത്. എത്രയോ നാളുകളായല്ലേ ഇങ്ങനൊരു സാധനം നമ്മൾ ചെയ്തിട്ടേ ഇല്ല. കുറേ നാളായെന്ന് തോന്നുന്നു, കുറേ വർഷമായെന്ന് തോന്നുന്നു. ഞാൻ പണ്ട് എൻ്റെ അച്ചു എന്താണ്ട് 1 വയസ്സിന് മുന്നേ അങ്ങോട്ട് ഫോണാ അവന് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഉള്ളതാട്ടോ കാക്ക. എവിടാണോ അതിൻ്റെ കാക്ക? അച്ചു എന്താ വിശേഷം? ഇവിടെ കയറിയിരിക്കുന്നോ? കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുന്നത്. എന്തോ അപ്പോ ഇപ്പൊ രാവിലെ ദേ അച്ചുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങളുടെ ഫുഡ്, ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ ഒക്കെ. കാരണം ഈ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പോഴുള്ളവർക്ക് കുറേയൊക്കെ വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജിമ്മില്ല, പക്ഷെ എൻ്റെ കുറച്ച് വർക്കൗട്ട്, കാരണം ഞാൻ ഇപ്പം എൻ്റെ ഡയറ്റ് തുടങ്ങി. അപ്പം എൻ്റെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ മലേഷ്യ പോയ സമയത്തും ഇപ്പോൾ ഒരു സിനിമയുടെ ആവശ്യത്തിനുമായിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് കൂട്ടി. അതിനുവേണ്ടി കുറച്ചാണ് കൂട്ടിയത്, പക്ഷെ എൻ്റെ ഡയറ്റ് എൻ്റെ കയ്യിൽ നിന്നില്ല. കയ്യിൽ നിന്ന് പോയി. എനിക്ക് 10.7 kg കൂടി. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 3 ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം കുറയ്ക്കാൻ പറ്റും, കാരണം അടുത്ത ആഴ്ച സ്കെഡ്യൂളുണ്ട്. അപ്പം കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അപ്പം അതെ, രാവിലെ അച്ചുക്കുട്ടന് ദോശയും ഒന്നും വേണ്ട, അവന് മഖന വേണം എന്ന് പറഞ്ഞു. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഇത്. നമ്മുടെ ലോട്ടസിൻ്റെ സീഡാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതായതുകൊണ്ട് ഞാൻ കഴിച്ചോട്ടെന്ന് കരുതിയതാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് ഞാൻ പിന്നെ ഒരുപാട് അങ്ങനെ പ്രഷർ ചെയ്തില്ല. ഇവൻ രാവിലെ നോർമലി സ്കൂളിൽ പോകുമല്ലോ, തിങ്കൾ മുതൽ വെള്ളി വരെ എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഈ ദോശ, ഇഡലി, പഴം പുഴുങ്ങിയത് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതുണ്ടോ, കഴിഞ്ഞ ദിവസം അവൻ്റെ സ്കൂളിൽ ഒരു കുട്ടി അവനെ കടിച്ചതാണ്. അച്ചു വെജിറ്റബിൾ സോങ് പാടിക്കൊടുത്തേ.
ഗുഡ് ഗുഡ് എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ, എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മാജിക് ഡ്രിങ്ക് കൂടെ നമുക്ക് അപ്പുറത്ത് തിളയ്ക്കാൻ വെക്കാം, കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ അത്. കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ ഈ വീട്ടിൽ ഏറ്റവും ചെലവുള്ളത് ഹാൻഡ് വാഷിനാണ് തോന്നുന്നു കേട്ടോ. എന്റെ പൊന്നോ. ഇപ്പം ഇവളൂടെ കുക്കിംഗ് കൂടെ വന്നതിന് ശേഷം, ഇവളല്ല ഇവൻ കുക്കിംഗ് കൂടെ വന്നതിന് ശേഷം അതേപോലെ എന്തെങ്കിലും തൊട്ടാലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കൈ കഴുകാതെ പിന്നെ തൊടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ പഴം കൂടെ പുഴുങ്ങാൻ വെക്കാൻ പോവാണ്. എനിക്ക് വെച്ചു. ബാലുവേണ്ണി ഈ പുഴുങ്ങിയ പഴമൊന്നും വലിയ താല്പര്യമില്ല. എനിക്കും അച്ഛനും കുറെ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം. ഈ പറയുന്ന പോലെ മഖന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിന്റെ ടേസ്റ്റ്. ഈ വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല, എനിക്കും അച്ഛനും അല്ലാതെ ഈ വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ പഴവും അച്ഛന് ഉപ്പുമാവ് പുട്ട തുടങ്ങിയ സാധനം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് പുട്ടും ഉപ്പുമാവ്. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ടേസ്റ്റ് ഒക്കെയാണ് അവന് കുറച്ചുകൂടെ കിട്ടിയേക്കുന്നത് എന്നുള്ളത്. അപ്പൊ യെസ്, ഇനി പുഴുങ്ങിയ പഴം അടച്ചു വെക്കാം. ഇതിരുന്നിട്ട് വേവട്ടെ. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മാജിക് ഡ്രിങ്ക് കുടിക്കാം. എന്തോ ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ചെങ്കിലും ഡയറ്റ് ഇല്ലാതെ ഇത് മാത്രം കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള കണ്ടറച്ചായ സാധനങ്ങളും ഉള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഇത് മാത്രം കുടിച്ചിട്ട് ചേച്ചി വയറ് കുറയുന്നില്ലോ എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കുറയത്തില്ല. കുറച്ചൊക്കെ അത് കൺട്രോൾ ചെയ്തിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമേ. ഓക്കെ, അപ്പൊ ഇതിരുന്ന് വേവട്ടെ. അവിടെ എന്തായാലും നോക്കട്ടെ. കഴിഞ്ഞില്ലയോടെ, എത്ര നേരമായി? കുഴപ്പമില്ല, തരാലോ. എനിക്കാണൊക്കെ തോന്നും, പക്ഷെ ഇത് പോട്ടിയിലാണ് കേട്ടോ. അച്ചു ഇത് ഞാൻ നിന്റെ കല്യാണത്തിനിരുന്ന അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയിടാ. മഖന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എപ്പോൾ ഞാൻ അവന് മഖന കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവന് ഇങ്ങനെ പോട്ടി പോകുമായിരുന്നു കേട്ടോ. അത് ഭയങ്കര കിടില സാധനം, അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഖന ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസ് ഉള്ള സാധനമാണ്, പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളൊരു ഐറ്റം ആണേ. അപ്പോൾ ഇതോ ഞങ്ങൾ പോട്ടിയിലിരിക്കണം. ഞങ്ങൾ പോട്ടി. ഹലോ, എന്താ മലയാളം പഠിക്കാം? ഓക്കെ, സോ യെസ്, ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ കുഞ്ഞായിരുന്നപ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ABCD ആണെങ്കിലും 1 2 3 ആണെങ്കിലും എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ബാലുവിനാണ് ഷേപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളെല്ലാം കുഞ്ഞിലും വലിയ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ബേസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മലയാളം മാത്രം എങ്ങും പഠിപ്പിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോത്തീസി പോയപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ പണ്ട് എഞ്ചുവടി എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ അത് ഇങ്ങനെ ബസ്സിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ അച്ചുക്കുട്ടിനെ ഞാൻ കുറച്ചിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, കാര്യമായിട്ടിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അച്ചു, അമ്മ എന്തൊക്കെയാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കൊടുത്തേ. ടോട്ടോയ്സിന്റെ മലയാളം എന്താ? അവന് ഇംഗ്ലീഷും മലയാളം കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അക്ഷരങ്ങൾ പറഞ്ഞേ. ആ
ഓക്കെ. ഇനി നമ്മൾ എവിടെ വരെ പറഞ്ഞു? ഇനി ഈയുടെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തേ. എന്ത് ജ്യൂസ്? അത് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം അവനത് കണ്ടപ്പോ ജ്യൂസ് ആയിട്ട് തോന്നി. അപ്പൊ തൊട്ട് എങ്ങനെ അവൻ എന്നോട് ചോദിക്കും എന്ത് ജ്യൂസ്. അവനതൊരു ശീലമായി അത് ചോദിക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഇളനീർ ജ്യൂസ്. പിന്നെ ഇതെന്താ? ഈന്തപ്പഴം. അതെന്താ? ഈറ്റ. ഊ വെച്ചിട്ട് പറയൂ. ഉടുപ്പ്, ഉടുമ്പ്, ഊഞ്ഞാൽ, ഉള്ളി. സോറി, എനിക്ക് തെറ്റിപ്പോയതാ. എന്താ? ഊണ്. എന്ത് വടി? ഊന്നുവടി. നമ്മളൊന്ന് പഠിച്ചപ്പോ ഇത്രയും കട്ടിയുള്ള വാക്കുകളൊന്നും ഇല്ലായിരുന്നു. ഇതെന്താ? ഋഷി. ഋഷഭം. എ വെച്ചിട്ട് എരുമ. ഇതെന്താ? ഏല. ഏണി. വെളിയോ? അതെന്താ? ഓ, അതായത് എക്സ്റ്റീരിയർ എന്നാണ് അവൻ ഉദ്ദേശിച്ചത്, വെളിയിലെന്നാണ് ഉദ്ദേശിച്ചത്. അയ്യോടാ, ഏണി കേട്ടോ പിന്നെ. ഏടാ. ഇതെന്താ? ഇത് ഞങ്ങള് ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ള ഈ പേജ്. എനിക്കറിയില്ല ഇവൻ എന്തോരം പറയുന്നുണ്ടോ നോക്കട്ടെ. ഓർമ്മയുണ്ടോ നോക്കാം. ഒരു തവണ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. ഓർമ്മയുണ്ടോ? ഇത് ഒച്ച. ഇതാണ് അമ്മയുടെ മുഖത്ത് കേൾക്കത്തില്ലേ അമ്മ? സ്നെയിൽ മ്യൂസിൻ. ഇങ്ങനെ 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 വേഗത്തില്ലേ? അത് ഇതിന്റെ എക്സ്ട്രാക്ട് ആണ്. ഓക്കെ, മലേഷ്യ നമ്മൾ അടുത്ത ദിവസം തൊട്ട് വ്ലോഗ് വരും അല്ലേ? ഇതെന്താ? ഒട്ടക പക്ഷി. ഇത് കണ്ടില്ലായിരുന്നു നമ്മള് മലേഷ്യയിൽ പോയപ്പം? അച്ഛനെ ഇങ്ങനെ കൊത്താൻ വന്നില്ലേ? അതാ ഒട്ടക പക്ഷി. അച്ഛനെ കടിച്ചില്ലല്ലോ. ഇതെന്താ? ഓട്. ഈ വീടിന്റെ മേളിലൊക്കെ വെക്കത്തില്ലേ? അതാണ് ഓടെന്ന് പറയുന്നത് കേട്ടോ. ഇതെന്താ? അല്ല, ഹോഴ്സി അല്ല, ഒട്ടകം. ഇതാണ് നമ്മുടെ മരുഭൂമിയില്ലേ, ഡെസേർട്ട്. നമ്മൾ അച്ഛനെ കൊണ്ടുപോകും ദിവസം കേട്ടോ. അച്ഛനെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാം ക്യാമലിനെ. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? ക്യാമൽ. ഓക്കെ, എന്താണ്? ഒട്ടകം. പിന്നെ ഇതെന്താ? ഓന്ത്. ഇതിന്റെ കാര്യം അമ്മ എന്താ പറഞ്ഞു തന്നത്? ഇതെന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? നിറം മാറും. അതായത് അച്ഛന്റെ ദേഹത്ത് വന്നാ റെഡ് ആവും, അമ്മയുടെ ദേഹത്ത് വന്നാ ഇപ്പൊ ഒരു ബ്ലൂ കളർ ആവും കേട്ടോ. ഇതെന്താ? മരമല്ലല്ലോ, ഓല. എന്താണ്? ശ്രദ്ധ പോലെ. ഇതെന്താണ്? ഇത് ഔ. ഔ വെച്ചിട്ട് ഔഷധം. എങ്ങനെയാണ്? അമ്മ ഇങ്ങനെ മരുന്നെടുക്കൂലേ? ഓർമ്മയുണ്ട്. ഔഷധം. അം വെച്ചിട്ട് അംബുജം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. ഇതെന്താ? ഓ വെച്ചിട്ട് കാ ഒക്കെ നമുക്ക് ഇനി പിന്നെ പഠിക്കാം. ഓക്കെ ഓക്കെ, ഇന്ന് ഇത്രയും മതി. അവനെ മടുപ്പിക്കത്തില്ല. അടുത്ത ഓരോരോ പേജായിട്ട് ഇങ്ങനെ 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 പറഞ്ഞു കൊടുത്തു വരുവാണ്. അപ്പം കുറച്ചുകൂടി ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. ഡൈനോസോർ. അമ്മ ഇനി പാപ്പം കഴിക്കട്ടെ? അച്ഛനും വേണോ? പഴം വേണോ? അമ്മ കഴിച്ചോട്ടെ. എവിടുന്ന് പഠിച്ചാന്ന് ഒരു പിടിയില്ല കേട്ടോ. ഒരു മൂടി മാസം അതിനിടയ്ക്ക് എന്റെ കോള് വന്നാലും ശരി, ഈ പറയുന്ന പോലെ
വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ശരി ആ സമയത്ത് ചാടി വരും കേട്ടോ ഞങ്ങള്. അല്ല പിന്നെ ഓക്കെ. സോ ഐ എം ഗോയിങ് ടു ഹാവ് 1 ഏത്തപ്പഴം ആൻഡ് സം കുരുമുളക് വിത്ത് സം ഉപ്പ് ആസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാനത് കഴിക്കട്ടെ. ആ സമയം അച്ഛന് നമുക്ക് ടീ വെച്ച് കൊടുക്കാം. കുക്കിയുടെ കൂടെ കളിക്കണോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കളിക്കാം. ഓക്കെ. ഇപ്പോഴല്ല, ഇപ്പൊ അച്ഛൻ ടി വി കണ്ടോ? കുറച്ചു നേരം ടി വി കണ്ടോ? വലിയ താല്പര്യമൊന്നും ഇല്ല. Watching Saubhagya Venkateshwar TV. മലയാളം ബുക്ക് വായിക്കാം. ഇനി ഇത്രയും വായിച്ചാൽ മതി. ഇന്ന് പഠിക്കാൻ ഇത്ര കാര്യമാണ്. മലയാളം ബുക്ക് എന്തൊരാവേശം. കുറച്ച് വലുതായിട്ട് ഈ ആവേശം ഉണ്ടായാൽ മതിയായിരുന്നു. മലയാളം ബുക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടോ കേട്ടത് കഴിക്കുന്നത്. ഫിഷും ചോറും എല്ലാം ഡൺ. പിന്നെ ഞാൻ രാത്രിയിൽ മറ്റേ ഓവർനൈറ്റ് ഓട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാമേ. ഓട്സ്, ചിയ സീഡ്സ്, ഒരു കുറച്ച് യോഗട്ട്, പാല്, ഒരു ഇത്തിരി ഹണി, ഇത്രയാണ്. ഇത് തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. അതിനകത്ത് കുറച്ച് യോഗട്ടും ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കട്ട് ഫ്രൂട്ട്സും ആഡ് ചെയ്യും. ഇവിടെ ഒരാൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണേ, കാണിച്ചു തരാം. ഹരീഷ്ണ ഇത് ഞാൻ പോത്തീസിൽ നിന്ന് കുറച്ചധികം പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡെയിലി അവന് ഇങ്ങനെ പെയിന്റ് ചെയ്യണമെങ്കിൽ ഇതാണെങ്കിൽ വാഷബിളും ആണ്. തറയിലൊക്കെ ആയാലും നമുക്ക് ഇങ്ങനെ വാഷ് കാണിച്ച് ഇത് കരയുന്നോ? അയ്യോടാ ആണോ? അയ്യോ. കുക്കിയുടെ സ്നാക്ക് ടൈം ആയി. അവനൊരു 4 ബ്രെഡ് അല്ലെങ്കിൽ 2-3 ദോശ അതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. നമുക്കിപ്പോൾ എളുപ്പത്തിന് ബ്രെഡ് കൊടുക്കാം. ബ്രെഡ് കഴിക്കാം. ഇതെല്ലാം കടിച്ച് ഒരു പരുവാക്കിയിട്ടേക്ക. ഇവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൂടെ വേഗം തീർക്കാം. സാധാരണ എനിക്കിപ്പോൾ കുക്കിംഗ് ഭയങ്കര മടിയാണ്. ഇപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ചേച്ചിയുണ്ട് ഇവിടെ, ധന്യാന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അപ്പം ചേച്ചികളോട് സത്യം പറയാം എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ് കുക്കിങ്ങൊക്കെ. പണ്ടൊക്കെ ഭയങ്കര ക്രേസായിരുന്നു കുക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ആവശ്യത്തിനുണ്ടാക്കും എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നിനി അച്ഛന് നമ്മൾ മറ്റേ ജീര റൈസ് ഇല്ലേ, ജീര റൈസും അവന് പരിപ്പും ഫിഷും കുക്കുംബറും കുറച്ച് തോരനോടാക്കാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ ഈ കുക്കുംബർ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, നോക്കട്ടെ. ഇതിലുള്ള ചിക്കനും വെജീസും എല്ലാം കൂടെ നമ്മുടെ ഓവർനൈറ്റ് ഓട്സിലേക്ക് ഒരു ഡേറ്റ്സും ആഡ് ചെയ്യണം, കുറച്ച് ഫ്രൂട്ട്സും ആഡ് ചെയ്യണം. ഒരു ഡേറ്റ്സ്, ഇനി ഞാൻ കുറച്ച് പോമഗ്രാനറ്റും ആഡ് ചെയ്യും, ഒരു ഇത്തിരി ആപ്പിൾ ആഡ് ചെയ്യും, ഒരു ഇത്തിരി പഴം ആഡ് ചെയ്യും. എൻ്റെ അച്ഛന് വയ്യാണ്ടായപ്പോഴേക്കും അച്ഛനെ അമ്മയും കൂടെ ഞാൻ ഇവിടെ താഴെ ഒരു 2 വീട് താഴെ ഒരു റെന്റൽ സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ വന്നിട്ടുണ്ട്. ഹായ് മമ്മി. ഇതെന്തു അരി? സുന്ദരി അരിയുന്നേ അച്ചു അച്ചു ആ ഉരുളി എവിടുന്നാ? ഉള്ളിയല്ല, ഉരുളി അല്ല, ആ പാത്രം അല്ല. ആ അമ്മ പറഞ്ഞാണോ അത് എടുക്കരുതെന്ന്? അതും എടുക്കത്തില്ല അച്ചു. നോ മക്കളെ, നോ. ആരോടാ? അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ നമുക്ക് നല്ല സാധനങ്ങൾ തോന്നിയ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ
നശിപ്പിക്കാൻ തുടങ്ങിയ വേറെ ഒന്നും ചെയ്യേണ്ടതാ. ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് വാഷ് ചെയ്യാവുന്നതാണ്. അച്ചു, ഇനി ഇതെടുക്കരുതേ. ഈ പാത്രം എടുക്കരുതേ. എന്താന്നറിയോ, അത് എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് ചിലപ്പോൾ പന്നലായി പോകും. നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ കേട്ടോ. മക്കൾക്ക് വേറെ പാത്രം തന്നല്ലോ, അതിൽ കളിച്ചോ കേട്ടോ. ഓക്കെ, ചിരിച്ചേ, നോക്കി ചിരിച്ചേ. റെയിൻബോ ചിരിച്ചേ നോക്കട്ടെ. എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം. ബബിൾ ബാത്ത് ചെയ്യാം. ബബിൾ ബാത്ത് വേണ്ടേ? നമുക്ക് പുതിയ അമ്മയെ വാങ്ങിക്കാം. പുതിയ അമ്മ ലുലുന്ന് വാങ്ങിക്കാം. ഓക്കെ, അപ്പം ശരി, ഞാൻ അന്ന് അമ്മയുടെ കൂടെ വരാം കേട്ടോ. ഓക്കെ, ഹാപ്പി? നീയല്ലേ പറഞ്ഞിപ്പോ വേണ്ടോന്ന്? കൂടെ പൊക്കോളാം. നീ പുതിയ അമ്മയെ വാങ്ങിച്ചോ ലുലുന്ന് കേട്ടോ. ബൈ മമ്മി. ബൈ മമ്മി. ബൈ മമ്മി. Hey, let's go and have bubble bath. മതിൽ. പിത്ത. പിത്ത. പിത്തേ? ഭിത്തി. പിത്തി. ഇതെന്തുവാടാ? ഇതെന്തുവാ? ഞാൻ ഒഴിച്ചു. തൊടല് ചൂടുവെള്ളമാണ് കേട്ടോ. Hey guys, welcome back to my YouTube channel. Dinosaur. എന്റെ ഫോട്ടോ നോക്ക്. എന്റെ ക്യാമറ നോക്ക്. നോക്കിയല്ലോ. യോ കാണിയേ. ക്ലീൻ ആയി. കുളിക്കാനി. ഇതെന്താണ്? ഏത് പെണ്ണ് നോക്കട്ടെ. ഇതെന്താണ്? റാബിറ്റ്. കാക്ക മുങ്ങി പോകുന്നോ? സോ അച്ചൂട്ടനെ ഒരു 5 to 10 minutes ഈ പറയുന്ന ബാറ്റബിൽ തന്നെ വെക്കുന്ന സമയത്ത് ബാക്കിയുള്ള അല്ലറച്ചിലുള്ള പണികളൊക്കെ തീർക്കാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അവൻ കഴിച്ചു വരുമ്പോഴത്തേക്കും അവൻ്റെ ഫുഡ് ആക്കാം. കുട്ടിയുടെ ചോറായി, ഫിഷിൻ്റെ പരിപ്പായി, എന്തെങ്കിലും സാലഡോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യും. ഈ പറയുന്ന കുക്കുംബർ അവൻ ഈ കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ട് ഇഷ്ടം. അപ്പോൾ ഈ കുക്കുംബർ ഞാൻ നല്ലപോലെ കഴിപ്പിക്കാറുണ്ട്. അപ്പം യെസ്, അടുത്ത് നമുക്ക് കുക്കുംബർ കൂടെ ആഡ് ചെയ്യാം. സൺഡേ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ചോറല്ല വെക്കുന്നത് കേട്ടോ, മറ്റേ കുത്തരിയാണ് സാധാരണ വെക്കുന്നത്. കൂട്ടാനും വെക്കാതെ ചിലപ്പോൾ അവൻ ഈ റൈസിൻ്റെ കൂടെ അത് ഇഷ്ടമാവത്തില്ല. ധന്യ ചേച്ചി ഉള്ളപ്പോൾ ഇതൊന്നും അറിയണ്ട, സുഖമായിരുന്നു. ധന്യ ചേച്ചി സൺഡേ ലീവാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ചില ദിവസം എനിക്ക് ഭയങ്കര മടിയായിരിക്കും, അന്ന് ബിരിയാണി വല്ലതും വാങ്ങിക്കും. ഇപ്പം ഈ ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും ഇല്ല, എല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുക. ഞാനൊരു 3-4 ദിവസം ആയുള്ളൂ ഡയറ്റ് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എൻ്റെ ഗർഭം കഴിഞ്ഞ് ആദ്യം ഒരു വെയിറ്റ് ലോസ് എടുത്തില്ല, അതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. അത്രയും പാടുണ്ട്. സോ ഒരു കുക്കുംബർ കൂടെ എടുക്കുകയാണ്. കാരണം എനിക്കിവിടെ വേണമല്ലോ. എനിക്ക് വെള്ളത്തിനകത്ത് ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് വേറെ ഒരെണ്ണം കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. കുക്കുംബറും മിന്റ് ലീവ്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊരു സാധനം. അപ്പം അതുകൂടെ ആക്കാൻ. ഇനി നമുക്ക് തമ്പുരാനെ വെള്ളത്തിൽ നിന്ന് ഇറക്കാം. ഓ കണ്ണടച്ച് കണ്ണുറന്നോ. നോക്കി ഇവും അവനത് മൊത്തം കുളവാക്കും. നേരെ വെച്ചോട്ടെ. കൊളച്ചിരി നോക്ക്, കൊളത്തിരിമാരി. അച്ചിക്കുട്ടൻ്റെ ഊണ്.
ചവിട്ടി കഴിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? So it's time for him to sleep. Okay, so let me. ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. അപ്പൊ അതുവരെ അച്ചുക്കുണ്ടെ ബെഡ്റൂമിൽ ഇരുത്തിട്ടായിരിക്കും കുളിക്കുന്നത്. അപ്പോ I'll be right back. അച്ചുക്കുണ്ടെ ഇവിടെ ഇരുത്തിയിട്ടായിരിക്കും എപ്പോഴും കുളിക്കാൻ പോകുന്നത്. ഓ അച്ചുക്കുണ്ടെ ഉറക്കാൻ നോക്കി ലാസ്റ്റ് ഞാൻ കുറച്ചേരം സത്യം പറഞ്ഞ അരമണിക്കൂറായി അവനെ ഉറക്കാൻ നോക്കിയിട്ട് അവൻ ഉറങ്ങിയില്ല. അപ്പൊ ഇപ്പൊ അച്ഛൻ ശ്വാസമംഗലത്തുനിന്ന് വന്ന് അച്ചുക്കുണ്ടെ ഇപ്പം പിക്ക് ചെയ്തോണ്ട് പോവും. അപ്പോ സാധാരണ രാത്രിയിലാണ് നമ്മൾ ഇവിടുത്തെ ഒരു 2 to 3 hours അവിടെ കൊണ്ടുവിടും. ചിലപ്പോൾ 2 hours ആയിരിക്കും. അപ്പോ അതിനൊരു ഓടിക്കുന്ന നോക്ക്. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. അച്ചുക്കുണ്ടുണ്ടോ? ദേ അമ്മയ്ക്കും ഉണ്ടല്ലോ പോക്കറ്റ്. ഓ സൂപ്പറാണല്ലോ. ഓ കണ്ടല്ലോ. ഓ അടിപൊളിയാണല്ലോ. പക്ഷെ എന്ത് സൂപ്പറാണ്. പിന്നെ അച്ചു ഒരു പാട്ട് പാടാം. അച്ചു ഫോണിൽ കണ്ട ഏതൊരു പാട്ട് അച്ചു പാടുന്നുണ്ടായിരുന്നല്ലോ. അല്ല വേറെ ഏത് പാട്ട്? ശരിക്കും പാടിയേ. നമുക്ക് പോവാം. എവിടെ പോണം? അത് വേണ്ട, നമുക്ക് ശാസ്തമംഗലം എന്ന് പറയൂ. ശാസ്തമംഗലം. ബൈ. ഇവിടെ തുറക്കാൻ നോക്കിയിരിക്കുക ഒരാള്. കുക്കി അവനെ ഇനിയും വൈകിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. മേ ബി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പോയി ആഹാരം കഴിക്കുന്നത് നല്ലപോലെ വിശക്കുന്നുണ്ട്. കുക്കി ഗോ, നമുക്ക് രണ്ടും പാപ്പം കഴിക്കാം. യെസ്. ആൻഡ് ദാറ്റ്സ് മൈ ലഞ്ച്. ഇനി ഞാൻ ലഞ്ച് കഴിക്കട്ടെ. കുറച്ച് ലൈം റൈസും ആക്കിയിട്ടുണ്ട്. ഇത് ആകെ പോകെ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തോരം കാണുന്നുണ്ടത്. ഒരു കുഞ്ഞു സ്പൂണ്. അപ്പോൾ റൈസും കുറച്ചധികം കുക്കുംബറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ ഹാവ് ഇറ്റ്. സോ ഈ ആഴ്ചയാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. അപ്പം നല്ല വർക്കൗട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു എൻ്റെ ട്രെയിനർ. അപ്പം നന്ദു എന്നാണ് ട്രെയിനറുടെ പേര്. അപ്പം ലെഗ് ഡേ ആയിട്ടൊക്കെ എനിക്ക് നല്ല വേദനയായിരുന്നു. സോ ഐ തോട്ട് ഐ വിൽ സിറ്റ്, റിലാക്സ് ആൻഡ് എൻജോയ് സം മസാജ്. കണ്ടോ ആഹാ, കാണുന്നത് തന്നെ ഒരു സുഖമില്ലേ? ഓക്കെ, വിത്ത് സം ചൂട് ചായ. എൻജോയ്. സോ യെസ് ഗൈസ്, ചില ദിവസങ്ങളുണ്ട് നമുക്കിങ്ങനെ ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കാൻ തോന്നത്തില്ലേ? അങ്ങനെ ഒരു ദിവസം വരുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ശരിക്കും പണി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അല്ലറച്ചിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ. പക്ഷേ ഐ റിയലി എൻജോയ് ദിസ് ഡേ. ശരിക്കും എന്തോ ഒരു സംതൃപ്തി. കുറേ നാൾക്ക് ശേഷം വീട്ടിലിരുന്നപ്പം ഇത്ര സുഖം കിട്ടിയൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് വേറെ ഒന്നും കോണ്ടന്റ് ഒന്നും എടുത്തില്ല. ഞാൻ വേറെ 1-2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നുവെച്ചാൽ ടൈമുണ്ട് അതിനൊക്കെ. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നിങ്ങനെ ഇരിക്കാൻ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ. അതിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് നടക്കണം എന്നുണ്ട്. കാരണം ഇത്രയും ഒരാഴ്ചയായിട്ട് ഈ വർക്കൗട്ടായിട്ട് കാലിൽ ഇവിടേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നല്ല വേദനയുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഈ ബോഡി അനങ്ങാത്തതിന് കുറേ ഇതുണ്ട്. ആകെ ഫേഷ്യൽ എക്സസൈസ് മാത്രം അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ മലേഷ്യൻ ട്രിപ്പൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഫേഷ്യൽ എക്സസൈസ് അല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ മസാജൊന്നും പ്രോപ്പറായിട്ട് കൊടുത്തിരുന്നില്ല. ഒപ്പിക്കൽ മസാജ് ആയിരുന്നു. അതായത് എന്നെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ മാത്രമുള്ള
ഒരു ഒപ്പിക്കൽ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഐ നോ മോമീസ് ടേക്ക് എ ബ്രേക്ക് ഇടയ്ക്കൊക്കെ കേട്ടോ. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരിക്കൽ കരച്ചിലൊക്കെ വരും. അപ്പോ എല്ലാ അമ്മമാർക്കും ചക്കരയുമ്മ, കുഞ്ഞുങ്ങൾക്കും ചക്കരയുമ്മ, അമ്മമാരോട് പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് 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 മെൻ്റലി ഒക്കെ സഫർ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ വിട്ടേക്കുക. ഇടയ്ക്ക് നിങ്ങൾക്കായിട്ട് ഒരു ദിവസം, എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു ബ്രേക്ക് എടുക്കുക കേട്ടോ. വേറൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ലെറ്റ് ഇറ്റ് ബി എ ലേസി ഡേ. ലെറ്റ് ഇറ്റ് ബി എ ലേസി ഡേ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ജോലി ചെയ്യാനാണ്, കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കത് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ, കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനൊരു ദിവസം എടുക്കുന്നത്. ഇവൻ ഞാൻ ഇടയ്ക്ക് ഹയാത്തിലൊരു ദിവസം ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാക്സിമം എൻ്റെ കോണ്ടന്റ് ഒക്കെ എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എനിക്ക് കുറച്ച് എപ്പോഴും നല്ലത് എടുക്കാൻ പറ്റും. പിന്നെ എനിക്കിങ്ങനെ ഒരുപാട് നേരം ചുമ്മാ ഇരിക്കുന്നതും ബോറടിയാണ്. ഇപ്പം ഇത്രയും നേരം വൈകിട്ട് വരെ അച്ചുക്കുട്ടൻ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ കുറച്ച് നേരം ഈ പറയുന്ന പോലെ ഒരു 1-2 മണിക്കൂർ എൻ്റെ ദൈവം, ഇറ്റ് വാസ് ലൈക്ക് ഹെവൻ. സോ ഗുഡ്, സോ ഗുഡ്. ഒപ്പം എൻ്റെ ഈ ഇതൊക്കെ കൂടെ കണ്ടുകൊണ്ടിരുന്നുണ്ടോ കൊറിയൻ സീരീസ്. കുറേ നാളെ ഇങ്ങനെ ഇരുന്ന് കൊറിയനൊക്കെ കണ്ടിട്ട് കേട്ടോ. എനിക്കൊന്ന് 2 എപ്പിസോഡ് ഞാൻ അടുപ്പിച്ച് കണ്ടു. കുറേ നാളായി ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. മറ്റേ ബ്രേക്ക് ചെയ്ത് ഒരു എപ്പിസോഡ് തന്നെ ഒരു 10 തവണ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. സോ ഗുഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടെ ഞാനങ്ങ് എൻഡ് ചെയ്യുക കേട്ടോ. ഇനി അച്ചുകൂട്ടം വരുന്നതും എൻ്റെ എക്സസൈസും ഞങ്ങളുടെ നൈറ്റ് റൂട്ടീനായിട്ട് ഞാൻ വേറെ എണ്ണം കാണിക്കും. എപ്പോഴും ഞാനിത് പറഞ്ഞു പോകുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തുടർച്ചയായിട്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കിതൊന്ന് മര്യാദയ്ക്ക് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അച്ഛൻ്റെ കാര്യമൊക്കെ, അച്ഛന് വയ്യാണ്ടായപ്പോഴാണ് ഈ പ്രത്യേകിച്ച് ഞാനും ഒന്ന് മെന്റലി ഡൗൺ ആയിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. സോ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് ഇഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഇനിയും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗുകൾ വേണമെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും എനിക്കത് കൂടുതലും ചെയ്യാൻ തോന്നുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയും പോയി വിളക്കത്തിക്കാനൊക്കെ സമയമായി. അപ്പോൾ ഞാൻ ചെല്ലട്ടെ. ഒരു ഈവനിങ് റുട്ടീനായിട്ട് ഞാൻ ചെയ്യട്ടെ. ഈവനിങ് ടു നൈറ്റ് റുട്ടീനായിട്ട് ഇതൊരു ഡേ ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ റൈറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ദിസ് മീ പാർട്ടി സൈനിങ്.